ഗുഡ് മോർണിംഗ് ഓൾ. ഇവിടെ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പുകഴ്ത്തി പറയല്ല, ഞാനും റെഗുലറായിട്ടല്ല ഡിഗ്രി ചെയ്തത്, ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് പൊട്ടൻഷ്യൽ യു ഹാവ് എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് തന്നെ നെറ്റ് എന്താണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് കുറേ സാർമാരുണ്ട്, ഐ മീൻ നമ്മുടെ ഒരു മെൻറ്റേഴ്സായിട്ട് കണക്കാക്കപ്പെടുന്ന കുറച്ച് ആളുകൾ. അവരെങ്ങനെയായാലും നെറ്റ് എക്സാം എഴുതണം, പിന്നെ നമ്മുടെ ഒരു പാത്ത് ഇത് തന്നെ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കരിയറാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റ് ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ JRF നേടുക, തുടർന്നൊരു PhD എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു സ്വപ്നം എന്നപോലെ നമ്മൾ കൊണ്ടു നടക്കുന്നൊരു കാര്യമായിരുന്നു. പിന്നെ എഡ്ഫിലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാറുന്നത് വളരെ വലിയൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യകാലങ്ങളിൽ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ ഈ ഒരു സമയത്ത് അത് മാറിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കി ടൈം കൺസ്യൂം ചെയ്യേണ്ട നിലയിലാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമുക്കറിയാം, കുറേ ചോയ്സുകളുണ്ട്, ഐഫർ പോലെ അല്ലെങ്കിൽ എഡ്ഫിൽ പോലെ. അപ്പോൾ നമ്മൾ ഇത് അന്വേഷിക്കുന്ന സമയത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സസ് ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് എഡ്ഫിൽ എന്നുള്ളത്. പിന്നെ അതിന് പുറമെ എഡ്ഫിൽ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് എപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇത്രയും ഒരു ലോ ബഡ്ജറ്റിൽ ഞാനെടുത്തുള്ള കോഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും ഒരു ലോ, അതായത് കുറഞ്ഞ തുകയിൽ നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ അതായത് ക്ലാസ് മാത്രം എന്നൊരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിലും നമുക്ക് ഇത്രയും ക്വാളിറ്റേറ്റീവായിട്ട്, അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് ക്ലാസ് തരുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ എഡ്ഫിലിനെ കണക്കാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ക്ലാസ്സുകളും അതെല്ലാം ഞാൻ ഒരുപക്ഷെ ഇവരൊക്കെ ഇവിടെ പറഞ്ഞ പോലെ ഞാനധികം എഫേർട്ട് എടുത്തിരുന്നില്ല. നെറ്റ് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ പോയി വെറുതെ, എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്, അവർ കൂടെ പോയിട്ട് എന്ത് ചെയ്തു, ഒന്ന് എഴുതി നോക്കിയെന്നുള്ളൂ. അപ്പോൾ പക്ഷേ അത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നത്, ഈ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എഡ്ഫിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. റിയാസ് സാറല്ലേ, റിയാസ് സാറുണ്ട്, റിയാസ് ഹുദവി. അതുപോലെ തന്നെ വേറെ ഒരു ഹുദവിയും കൂടി ഉണ്ട്, യൂസുഫ് ഹുദവി. അതുപോലെ തന്നെ ഒരു ടീച്ചർ, ഓക്കെ, റാഷിദ്. അവർക്ക് പേര് എക്സാക്റ്റ് അറിയില്ല. റിയാസ് സാറിന് അറിയാം, ഇവർ ദാർഹുദയുള്ള ആളുകളാണ്, രണ്ടാളുകൾ. അപ്പോൾ ഇവരുടെ ക്ലാസ്സുകൾ എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അതായത് ഇവരെ ഇരിക്കുന്നതുകൊണ്ട് JRF ഹോൾഡേഴ്സാണ് അല്ലേ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള നിലക്കൊക്കെ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. അഥവാ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിൽ കാണിക്കുന്ന നോട്ട്സ് ഉണ്ടായിരുന്നല്ലോ, അത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചാലും നമുക്ക് പാസ്സാവാൻ മാത്രം ഉള്ളതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കൃത്യമായിട്ടൊരു മെൻറ്ററിങ് തരുന്ന രീതിയിലാണ് അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് നമ്മുടെ ഒരു മോട്ടിവേഷൻ പോലും, അതുപോലെ നമ്മൾ സെൽഫ് ഇൻസ്പയർഡ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യും, അവിടെ ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കണ്ടിരുന്നത്. അപ്പോൾ അത് വലിയൊരു ഒരു ഭാഗമായിരുന്നു ഈ ഒരു ജേണിയിൽ. അതുപോലെ തന്നെ ഓരോ അവസാന സമയത്ത് പോലും ഇവരുടെ ക്ലാസ്സുകൾ ഒന്നും കൂടിയും റിവൈൻഡ് ചെയ്ത് എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ ആ എക്സാം ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തത്. എന്തുകൊണ്ട് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സാറെ ഇടയ്ക്ക് മോട്ടിവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ, അതും അതുപോലെ വണ്ടർഫുള്ളായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചാൽ വളരെ അതിയായ സന്തോഷമുണ്ട്.